ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴായി കടന്നുവരുന്ന ഒന്നാണ് മടി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടും അത് തുടങ്ങാൻ തോന്നാതെ നമ്മൾ നീട്ടിവെക്കാറില്ലേ? പഠിക്കാനുള്ളത്, ജോലി ചെയ്യാനുള്ളത്, വ്യായാമം ചെയ്യാനുള്ളത്, അങ്ങനെ പലതും. എന്തുകൊണ്ടാണ് ഈ മടി നമ്മളെ പിടികൂടുന്നത്? അതിനെ എങ്ങനെ നമുക്ക് മറികടക്കാൻ സാധിക്കും? ഈ വീഡിയോയിൽ നമ്മൾ മടിയുടെ വിവിധ കാരണങ്ങളെക്കുറിച്ചും അതിനെ മറികടക്കാനുള്ള ചില പ്രായോഗികവും മനഃശാസ്ത്രപരവുമായ വഴികളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്യുന്നു. എന്താണ് മടി? ലളിതമായി പറഞ്ഞാൽ പ്രോക്രാസ്റ്റിനേഷൻ അഥവാ മടി എന്നത് ഒരു കാര്യം ചെയ്യാനുണ്ടെന്നറിഞ്ഞിട്ടും അത് മനഃപൂർവ്വം താമസിപ്പിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്ന പ്രവണതയാണ്. ഇത് വെറും ഒരു സ്വഭാവദൂഷ്യമല്ല, പലപ്പോഴും നമ്മുടെ മാനസികാവസ്ഥ, ഭയം, അനിശ്ചിതത്വം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു സങ്കീർണമായ വിഷയമാണിത്. മടിയുടെ പ്രധാന കാരണങ്ങൾ. മടിക്ക് പിന്നിൽ പലപ്പോഴും ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം. അവയിൽ പ്രധാനപ്പെട്ട ചിലത് ഇവയാണ്. 1. പരാജയ ഭയം, ഫിയർ ഓഫ് ഫെയില്യൂർ. നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മൾ മോശമാവുമോ എന്ന ഭയം. ഈ ഭയം കാരണം നമ്മൾ ആ പ്രവൃത്തി തുടങ്ങാൻ തന്നെ മടിക്കും. കാരണം തുടങ്ങിയില്ലെങ്കിൽ പരാജയപ്പെടേണ്ടി വരില്ലല്ലോ എന്നൊരു മിഥ്യാധാരണ. ഉദാഹരണം, ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ മടിക്കുന്നത് അത് പൂർത്തിയാക്കിയാൽ ടീം അംഗങ്ങൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത കൊണ്ടാവാം. 2. വിജയഭയം, ഫിയർ ഓഫ് സക്സസ്. ചിലർക്ക് വിജയിക്കുന്നതിനെയും ഭയമുണ്ടാകാം. വിജയിച്ചാൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരുമോ, അല്ലെങ്കിൽ ആ നിലനിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ. അത്ഭുതകരമായി തോന്നാമെങ്കിലും ചിലപ്പോൾ ഇത് ഒരു വ്യക്തിയെ മടിയനാക്കാൻ സാധ്യതയുണ്ട്. 3. തികഞ്ഞ പൂർണ്ണതയ്ക്കു വേണ്ടിയുള്ള വാശി, പെർഫെക്ഷനിസം. ഒരു കാര്യം തികച്ചും പൂർണ്ണമായി ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവർക്ക് ചെറിയ പിഴവുകൾ പോലും വരാതിരിക്കാൻ അത് തുടങ്ങാൻ തന്നെ മടിയാകും. എല്ലാം 100% ശരിയായാലേ തുടങ്ങൂ എന്ന ചിന്ത അവരെ നിഷ്ക്രിയരാക്കും. 4. പ്രചോദനത്തിന്റെ അഭാവം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഒരു കാര്യത്തിൽ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യാൻ മടി തോന്നും. പ്രവൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാകാതിരിക്കുകയോ അതിൽ നിന്ന് എന്ത് നേടുമെന്ന് വ്യക്തമല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കാം. 5. ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ലായ്മ, ലാക്ക് ഓഫ് ക്ലാരിറ്റി അബൌട്ട് ഗോൾസ്. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ ധാരണയില്ലെങ്കിൽ അത് തുടങ്ങാൻ മടി തോന്നും. ലക്ഷ്യങ്ങൾ വളരെ വലുതോ അവ്യക്തമോ ആകുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് അറിയാതെ വരും. 6. ഊർജത്തിന്റെ കുറവ്, ക്ഷീണം, ലാക്ക് ഓഫ് എനർജി, ഫറ്റീഗ്. ശാരീരികമോ മാനസികമോ ആയ ക്ഷീണം മടിക്ക് ഒരു പ്രധാന കാരണമാണ്. മതിയായ ഉറക്കമില്ലായ്മ, പോഷകാഹാരക്കുറവ്, അമിത ജോലിഭാരം എന്നിവയെല്ലാം ഇതിലേക്ക് നയിക്കാം. 7. ശ്രദ്ധയില്ലായ്മ, ശ്രദ്ധ വ്യതിചലിക്കൽ, ഡിസ്ട്രാക്ഷൻ. ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺ എന്നിവ വലിയ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ മടിയിലേക്ക് വഴുതി വീഴും. 8. പ്രതിഫലം ലഭിക്കാൻ കാലതാമസം, ഡിലേ ഇൻ റിവാർഡ്സ്. ഒരു പ്രവൃത്തിയുടെ ഫലം പെട്ടെന്ന് ലഭിക്കുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് മടി തോന്നും. ദീർഘകാല ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഈ പ്രശ്നം സാധാരണമാണ്. മടിയെ മറികടക്കാനുള്ള മനഃശാസ്ത്രപരമായ പരിഹാരങ്ങൾ. മടിയെ തോൽപ്പിക്കാൻ ചില പ്രായോഗികമായ മാർഗങ്ങളും മനഃശാസ്ത്രപരമായ സമീപനങ്ങളുമുണ്ട്. 1. ചെറിയ ചുവടുകൾ വെക്കുക, ടേക്ക് ബേബി സ്റ്റെപ്സ്, ദ 5-minute റൂൾ. ഒരു വലിയ കാര്യം ഒറ്റയടിക്ക് ചെയ്തു തീർക്കാൻ ശ്രമിക്കാതെ അതിനെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. 5 മിനിറ്റ് നിയമം. ഒരു കാര്യം ചെയ്യാൻ തീരെ മടിയാണെങ്കിൽ വെറും 5 മിനിറ്റ് മാത്രം അത് ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും ആ 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ആ പ്രവൃത്തിയിൽ മുഴുകി കൂടുതൽ സമയം ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കും. ഉദാഹരണം, ഒരു പുസ്തകം വായിക്കാൻ മടിയാണെങ്കിൽ ഒരു അധ്യായം വായിക്കാൻ ശ്രമിക്കാതെ ഒരു പേജ് മാത്രം വായിക്കുക. 2. ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തുക, ഗെയിൻ ക്ലാരിറ്റി ഓൺ ഗോൾസ്. എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി എഴുതി വെക്കുക. അത് വ്യക്തവും അളക്കാൻ കഴിയുന്നതുമായ ലക്ഷ്യങ്ങളായിരിക്കണം. സ്മാർട്ട് ഗോൾസ്. ഉദാഹരണം, നാളെ മുതൽ വ്യായാമം ചെയ്യണം എന്നതിനു പകരം നാളെ രാവിലെ 6 മണിക്ക് 30 മിനിറ്റ് നടക്കാൻ പോകണം എന്ന് തീരുമാനിക്കുക. 3. പോമോഡോറോ ടെക്നിക്. 25 മിനിറ്റ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് ഇടവേള എടുക്കുക. ഈ രീതി ശ്രദ്ധ നിലനിർത്താനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കും. 4. പ്രതിഫലം നൽകുക, റിവാർഡ് യുവർ സെൽഫ്. ഒരു കാര്യം പൂർത്തിയാക്കുമ്പോൾ സ്വയം ചെറിയ പ്രതിഫലങ്ങൾ നൽകുക. ഇത് ഭാവിയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനമാകും. ഉദാഹരണം, ഒരു അസൈൻമെന്റ് പൂർത്തിയാക്കിയ ശേഷം ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുകയോ ഒരു ചെറിയ ട്രീറ്റ് കഴിക്കുകയോ ചെയ്യുക. 5. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, ക്രിയേറ്റ് എ ഷെഡ്യൂൾ, റൂട്ടീൻ. നിങ്ങളുടെ ദിവസവും ആഴ്ചയും ഒരു ടൈം ടേബിൾ അനുസരിച്ച് ചിട്ടപ്പെടുത്തുക. ഇത് കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ സഹായിക്കും. സ്ഥിരമായ ഒരു ദിനചര്യ മടിയെ കുറയ്ക്കാൻ സഹായിക്കും. 6. ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസ്. ജോലി ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റിവെക്കുക, സോഷ്യൽ മീഡിയ നോക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കുക. 7. സ്വയം കരുണ കാണിക്കുക, പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. മടി വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. എല്ലാവർക്കും മടി വരാം. സ്വയം മനസ്സിലാക്കി വീണ്ടും ശ്രമിക്കുക. തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോകുക. 8. ഒരു ബഡ്ഡിയെ കണ്ടെത്തുക, ഫൈൻഡ് ആൻ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനും
പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും ഒരു സുഹൃത്തിന്റെയോ കുടുംബാംഗത്തിന്റെയോ സഹായം തേടുക. അവർ നിങ്ങളെ ഉത്തരവാദിത്തമുള്ളവനാക്കാൻ സഹായിക്കും. 9. മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുക. പ്രയോറിറ്റൈസ് മെന്റൽ വെൽബീയിങ്. ചിലപ്പോൾ മടിക്ക് കാരണം വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളാകാം. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത്. 10. പുതിയ ശീലങ്ങൾ വളർത്തുക. കൾട്ടിവേറ്റ് ന്യൂ ഹാബിറ്റ്സ്. ഒരു പുതിയ ശീലം വളർത്താൻ കുറഞ്ഞത് 21 ദിവസമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും സ്ഥിരമായി ഒരു കാര്യം ചെയ്യുന്നത് അതിനെ ഒരു ശീലമാക്കി മാറ്റാൻ സഹായിക്കും. മടി എന്നത് ഒരു രാത്രി കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യങ്ങൾ കണ്ടെത്തുകയും സ്ഥിരമായി അത് പിന്തുടരുകയും ചെയ്യുക. ഓർക്കുക, ഓരോ ചെറിയ ചുവടുകളും വിജയത്തിലേക്കുള്ള വലിയ കാൽവെപ്പുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.